2021 ഓഗസ്റ്റ് 8 ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനം. ക്യാമ്പ് നൗവിലെ പ്രസ് കോൺഫറൻസ് ഹാൾ ജനപ്രതിനിധികളെയും മാധ്യമപ്രവർത്തകരെയും കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ അവിടെ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. ലയണൽ മെസ്സി എന്ന ലോകം കണ്ട ഏറ്റവും മികച്ച താരം തന്റെ ജീവിതത്തിന്റെ പകുതിയോളം ചെലവഴിച്ച ക്ലബിനോട് യാത്ര പറയാൻ തയ്യാറെടുത്തിരിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ നിലനിന്നിരുന്നതിനാൽ മെസ്സിയുടെ കുടുംബാംഗങ്ങൾ, സഹതാരങ്ങൾ, ക്ലബ്ബ് ഭാരവാഹികൾ, കുറച്ച് മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മാത്രമായിരുന്നു ഹാളിലേക്ക് പ്രവേശനം. എല്ലാവരും മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ചാണിരുന്നത്. ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മെസ്സിയുടെ മുഖം ചുവന്ന് തുടുത്തിരുന്നു. മൈക്രോഫോണിന് മുന്നിലെത്തിയ അദ്ദേഹം ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാതെ വിതുമ്പിപ്പോയി. സാധാരണയായി ഫുട്ബോൾ മൈതാനത്ത് ശാന്തനായി കാണപ്പെടാറുള്ള മെസ്സി നിസ്സഹായനായി കണ്ണീർ പൊഴിക്കുന്നത് ലോകം വേദനയോടെ കണ്ടു. 21 വർഷത്തെ ഓർമ്മകൾ മെസ്സിയുടെ മനസ്സിലൂടെ കടന്നുപോയി. ഒരു സൂപ്പർ താരം എന്നതിലുപരി തന്റെ വീട് നഷ്ടപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനെപ്പോലെ അയാൾ വിതുമ്പി. തൊണ്ടയിടറിക്കൊണ്ട് മെസ്സി പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ വർഷം എനിക്ക് ക്ലബ്ബ് വിടണമായിരുന്നു. അതിനായി ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഈ വർഷം എനിക്കിവിടെ തുടരണമായിരുന്നു. ഇതെന്റെ വീടാണ്. ഞങ്ങൾ ഇവിടെ തന്നെ തുടരുമെന്നുറപ്പിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല. ബാഴ്സലോണയിൽ തുടരാൻ താൻ തന്റെ ശമ്പളത്തിന്റെ 50% കുറയ്ക്കാൻ തയ്യാറാണെന്നും എന്നിട്ടും ലാലിഗ നിയമങ്ങൾ കാരണം അത് നടന്നില്ലെന്നും അദ്ദേഹം വേദനയോടെ വ്യക്തമാക്കി. തന്നെ ആരും പുറത്താക്കിയതല്ല, മറിച്ച് സാഹചര്യങ്ങൾ തന്നെ പുറത്താക്കുകയായിരുന്നു എന്ന സത്യം മെസ്സി വിളിച്ചു പറഞ്ഞു. പ്രസംഗം അവസാനിച്ചപ്പോൾ ഹാളിലുണ്ടായിരുന്ന സഹതാരങ്ങളും മാധ്യമപ്രവർത്തകരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ കരഘോഷം ഒരു യാത്രയയപ്പായിരുന്നില്ല, മറിച്ച് മെസ്സി എന്ന താരം ബാഴ്സലോണയ്ക്ക് നൽകിയ എല്ലാ സന്തോഷങ്ങൾക്കുമുള്ള നന്ദി പ്രകടനമായിരുന്നു. സ്റ്റേഡിയത്തിന് പുറത്ത് ആയിരക്കണക്കിന് ആരാധകർ തടിച്ചുകൂടിയിരുന്നു. മെസ്സി കാറിൽ പുറത്തേക്ക് വരുമ്പോൾ അവരാർത്തു വിളിച്ചു. പലരും സ്റ്റേഡിയത്തിന്റെ മതിലുകളിൽ ചാരിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ബാഴ്സലോണ നഗരത്തിന് മെസ്സി വെറുമൊരു കളിക്കാരനായിരുന്നില്ല, അവരുടെ വികാരമായിരുന്നു. കണ്ണീർ തോരാത്ത ആ ദിവസത്തിന് ശേഷം ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയത് മെസ്സി എങ്ങോട്ട് പോകുമെന്നായിരുന്നു. വെറും 48 മണിക്കൂറുകൾക്കുള്ളിൽ ആ വലിയ വാർത്തയെത്തി. ഫ്രഞ്ച് ക്ലബ്ബായ പാരീസ് സെന്റ് ജെർമെയിൻ മെസ്സിയെ സ്വന്തമാക്കിയിരിക്കുന്നു. ബാഴ്സലോണയിലെ ആ നിശബ്ദമായ വേദനയിൽ നിന്ന് ക്യാമ്പ് നൗവിലെ കണ്ണീർ തോരും മുൻപേ മെസ്സിയും കുടുംബവും പാരീസിലേക്ക് വിമാനം കയറി. മെസ്സിയുടെ മുഖത്തപ്പോഴും സങ്കടത്തിന്റെ നിഴലുകളുണ്ടായിരുന്നു. എന്നാൽ പാരീസിൽ അദ്ദേഹം ലാൻഡ് ചെയ്ത നിമിഷം എല്ലാം മാറിമറിഞ്ഞു. വിമാനത്താവളത്തിന്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയ മെസ്സി കണ്ടത് ആയിരക്കണക്കിന് ആരാധകരെയാണ്. ഇസി സേ പാരീസ്, ഇതാണ് പാരീസ് എന്നെഴുതിയ വെള്ള ടീഷർട്ട് ധരിച്ച് കൈവീശി കാണിക്കുന്ന മെസ്സിയുടെ ചിത്രം നിമിഷങ്ങൾക്കുള്ളിൽ ഇന്റർനെറ്റിൽ തരംഗമായി. ബാഴ്സലോണയിലെ ആ നിശബ്ദതയിൽ നിന്ന് പാരീസിലെ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിക്കുന്ന ആവേശത്തിലേക്കുള്ള മാറ്റം അവിടെ തുടങ്ങുകയായിരുന്നു. ഈഫൽ ടവർ ചുവപ്പും നീലയും നിറങ്ങളിൽ കുളിച്ചു നിന്നു. ചരിത്രത്തിലാദ്യമായാണ് ഒരു ക്ലബ്ബ് ഒരു താരത്തിന്റെ വരവ് ഇത്രയും ആഡംബരത്തോടെ ആഘോഷിക്കുന്നത്. PSG എന്ന ക്ലബിന് അത് വെറുമൊരു സൈനിങ് ആയിരുന്നില്ല.
മറിച്ച് തങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന പ്രഖ്യാപനമായിരുന്നു. ബാഴ്സലോണയിൽ താൻ അണിഞ്ഞിരുന്ന 10-ാം നമ്പർ ജേഴ്സി സുഹൃത്തായ നെയ്മറിന് വിട്ടുകൊടുത്ത് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്ന 30-ാം നമ്പർ ജേഴ്സിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. ഒരിതിഹാസമായി വളർന്ന ഇടം വിട്ട് ഒരു തുടക്കക്കാരന്റെ വിനയത്തോടെ അദ്ദേഹം പാരീസിൽ മൈതാനത്തിറങ്ങി. ഒരു വശത്ത് സ്വന്തം വീട് നഷ്ടപ്പെട്ടതിന്റെ വേദന ഉള്ളിലൊതുക്കുമ്പോഴും തന്നെ സ്നേഹത്തോടെ വരവേറ്റ ജനതയെ നിരാശപ്പെടുത്താതിരിക്കാൻ മെസ്സി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഈ വൈകാരികമായ പോരാട്ടം അദ്ദേഹത്തിന്റെ പാരീസിലെ ആദ്യ നാളുകളിൽ പ്രകടമായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ വല്ലാത്തതായിരുന്നു. ഒരു വശത്ത് ബാഴ്സലോണ വിട്ടതിന്റെ സങ്കടം, മറുവശത്ത് പാരീസിലെ ഈ സ്വീകരണത്തിന്റെ സന്തോഷം. ഇതിന് വാക്കുകൾ കൊണ്ട് വിവരിക്കുക പ്രയാസമാണ് എന്നാണ് മെസ്സി തന്റെ ആദ്യ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. പാരീസിലെ ആവേശകരമായ സ്വീകരണത്തിന് ശേഷം മൈതാനത്തിറങ്ങിയ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല. സ്പെയിനിലെ ലാലിഗയിൽ നിന്ന് വ്യത്യസ്തമായി ശാരീരികക്ഷമതയ്ക്കും വേഗതയ്ക്കും മുൻതൂക്കം നൽകുന്നതായിരുന്നു ഫ്രഞ്ച് ലീഗ്. 21 വർഷം ഒരേ ശൈലിയിൽ കളിച്ച മെസ്സിക്ക് ഈ പുതിയ രീതിയുമായി പൊരുത്തപ്പെടാൻ സമയം വേണ്ടിവന്നു. മൈതാനത്ത് മെസ്സിയെ തടയാൻ എതിരാളികൾ കടുത്ത ഫൗളുകൾ പ്രയോഗിച്ചു. ഇതിനിടയിൽ പരിക്കുകളും പിന്നാലെ വന്ന കോവിഡ് ബാധയും അദ്ദേഹത്തിന്റെ ശാരീരികക്ഷമതയെ ബാധിച്ചു. ബാഴ്സലോണയിൽ ഗോളുകൾ അടിച്ചുകൂട്ടിയിരുന്ന മെസ്സിക്ക് പാരീസിൽ ഗോളുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടേണ്ടി വന്നത് വലിയ വാർത്തയായി. ഫ്രഞ്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രായത്തെയും ഫോമിനെയും പരിഹസിക്കാൻ തുടങ്ങി. മെസ്സിയെ പാരീസിലെത്തിച്ചതിനു പിന്നിലെ ക്ലബിന്റെ പ്രധാന ലക്ഷ്യം ചാമ്പ്യൻസ് ലീഗ് കിരീടമായിരുന്നു. എന്നാൽ 2022 മാർച്ചിൽ റയൽ മാഡ്രിഡിനോടേറ്റ തോൽവി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. മത്സരത്തിൽ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയത് മെസ്സിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി. തുടർന്നുള്ള മത്സരങ്ങളിൽ PSG-യുടെ സ്വന്തം ഹോം ഗ്രൗണ്ടായ പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ച് മെസ്സിയെ സ്വന്തം ആരാധകർ തന്നെ കൂവി വിളിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസത്തിന് തന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചവരിൽ നിന്ന് തന്നെ അത്തരമൊരു പെരുമാറ്റം നേരിടേണ്ടി വന്നത് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചു. ബാഴ്സലോണയിൽ താൻ അനുഭവിച്ച ആ സ്നേഹവും ബഹുമാനവും പാരീസിൽ ലഭിക്കില്ലെന്ന് മെസ്സി വേദനയോടെ തിരിച്ചറിഞ്ഞു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ബാഴ്സലോണയിലെ വിശാലമായ വീട്ടിൽ നിന്ന് പാരീസിലെ റോയൽ മോൺസോ ഹോട്ടലിലെ മുറിയിലേക്കുള്ള താമസം മെസ്സിയെയും കുടുംബത്തെയും മാനസികമായി തളർത്തി. തന്റെ മക്കൾ ബാഴ്സലോണയിലെ സുഹൃത്തുക്കളെയും സ്കൂളിനെയും ഓർത്ത് കരയുന്നത് ആ പിതാവിനെ വല്ലാതെ വേദനിപ്പിച്ചു. പാരീസിലെ തണുപ്പിനോടും ഭാഷയോടും രീതികളോടും പൊരുത്തപ്പെടാൻ ആന്റോണെല്ലയ്ക്കും കുട്ടികൾക്കും മാസങ്ങൾ വേണ്ടിവന്നു. തന്റെ പ്രിയപ്പെട്ടവർ സങ്കടപ്പെടുമ്പോൾ മൈതാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മെസ്സിയും ബുദ്ധിമുട്ടി. പാരീസിലെ വെല്ലുവിളികൾക്കിടയിലും ഫുട്ബോൾ ലോകം മെസ്സിയുടെ പാദങ്ങളിൽ പ്രണമിച്ച ഒരു രാത്രിയായിരുന്നു അത്. 2021 നവംബർ 29. പാരീസിലെ ചരിത്രപ്രസിദ്ധമായ തിയേറ്റർ ഡു ചാറ്റലറ്റിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മെസ്സി തന്റെ കരിയറിലെ 7ാമത്തെ ബാലൻ ഡിയോർ പുരസ്കാരം ഏറ്റുവാങ്ങി.
ബാഴ്സലോണ വിട്ടതിനു ശേഷം ആദ്യമായി PSG താരമെന്ന നിലയിലാണ് അദ്ദേഹം ആ വേദിയിലെത്തിയത്. ആ പുരസ്കാരം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വ്യക്തിഗത നേട്ടമായിരുന്നില്ല. ആ വർഷം ജൂലൈയിൽ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് അർജന്റീനയ്ക്കായി അദ്ദേഹം നേടിയ കോപ്പ അമേരിക്ക കിരീടത്തിനുള്ള അംഗീകാരം കൂടിയായിരുന്നു അത്. റോബർട്ട് ലെവൻഡോവ്സ്കിയെയും ജോർജീനിയോയെയും പിന്നിലാക്കിയാണ് മെസ്സി ഒന്നാമതെത്തിയത്. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മെസ്സി നടത്തിയ പ്രസംഗം എല്ലാവരെയും സ്പർശിക്കുന്നതായിരുന്നു. മുൻപ് പലപ്പോഴും എനിക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി ഒരു കിരീടം നേടിയതിനു ശേഷം ഇത് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം. മെസ്സി വികാരാധീനനായി പറഞ്ഞു. 7ാം ബാലൻഡിയോർ നേട്ടത്തോടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഈ പുരസ്കാരം നേടുന്ന താരമെന്ന തന്റെ റെക്കോർഡ് മെസ്സി കൂടുതൽ ഭദ്രമാക്കി. പാരീസിലെ ആരാധകർ തന്നെ കൂവി വിളിക്കുന്നതിനും മാധ്യമങ്ങൾ വിമർശിക്കുന്നതിനും ഇടയിൽ ലഭിച്ച ഈ പുരസ്കാരം മെസ്സിക്ക് വലിയ ആത്മവിശ്വാസം നൽകി. തന്റെ പ്രിയപ്പെട്ട 7 സുവർണ പന്തുകൾക്ക് മുന്നിൽ മക്കളായ തിയാഗോയ്ക്കും മാറ്റിയോയ്ക്കും സിറോയ്ക്കുമൊപ്പം നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായി മാറി. പക്ഷേ അതിനു പിന്നാലെ മൈതാനത്തിന് പുറത്ത് മറ്റൊരു വിവാദം മെസ്സിയെ തേടിയെത്തി. സൗദി അറേബ്യയുടെ ടൂറിസം അംബാസഡറായി മെസ്സി കരാറൊപ്പിട്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ലോകമെമ്പാടുമുള്ള പല സംഘടനകളും മെസ്സിയുടെ ഈ തീരുമാനത്തെ എതിർത്തു. ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ മെസ്സിയുടെ ഈ തീരുമാനത്തെ വിമർശിച്ചിരുന്നു. സൗദിയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മെസ്സി തന്റെ സ്വാധീനം ഉപയോഗിക്കണമെന്നും കേവലം ടൂറിസം പ്രൊമോഷനിൽ മാത്രം ഒതുങ്ങരുതെന്നും അവരാവശ്യപ്പെട്ടു. PSG മാനേജ്മെന്റുമായി ആലോചിക്കാതെ നടത്തിയ സൗദി യാത്രകൾ ക്ലബ്ബും മെസ്സിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തി. മൈതാനത്തെ ഫോമില്ലായ്മയ്ക്കും വിമർശനങ്ങൾക്കും പുറമെ മെസ്സിയുടെ ശാരീരിക ക്ഷമതയെയും കരിയറിനെയും തന്നെ ബാധിക്കുമായിരുന്ന മറ്റൊരു പ്രതിസന്ധി 2022 തുടക്കത്തിൽ അദ്ദേഹത്തിനുണ്ടായി. കോവിഡ് ബാധ അത് അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തെ കഠിനമായി ബാധിച്ചിരുന്നു. 1.5 മാസത്തോളം ശരിയായി ഓടാൻ പോലും മെസ്സിക്ക് കഴിഞ്ഞില്ല. വേഗത്തിൽ കളത്തിലേക്ക് മടങ്ങാൻ നടത്തിയ കഠിന ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കൂടുതൽ വഷളാക്കി. ഇതിനിടയിൽ PSG ഡ്രസ്സിംഗ് റൂമിലെ അധികാര സമവാക്യങ്ങളും മെസ്സിയെ അസ്വസ്ഥനാക്കി. ടീമിലെ ഇളമുറക്കാരനായ കിലിയൻ എംബാപ്പയ്ക്ക് ലഭിച്ച അമിതാധികാരം ടീമിനുള്ളിൽ അദൃശ്യമായ ഒരു ശീതയുദ്ധത്തിന് കാരണമായതായി വാർത്തകൾ പുറത്തുവന്നു. തന്റെ കരിയറിലുടനീളം ടീമിന്റെ നട്ടെല്ലായിരുന്ന മെസ്സി മറ്റൊരു താരത്തിന്റെ നിഴലിൽ നിൽക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചു. ക്ലബ് അധികൃതർ എംബാപ്പയെ ടീമിന്റെ മുഖമായി ഉയർത്തിക്കാട്ടുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസത്തിന് പലപ്പോഴും 2ാം നിരക്കാരന്റെ പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് ആരാധകർ വിശ്വസിച്ചു. ക്ലബ് ഫുട്ബോളിലെ ഈ തളർച്ചയ്ക്കിടയിലും മെസ്സിക്ക് ഏക ആശ്വാസം തന്റെ രാജ്യമായിരുന്നു. നീലയും വെള്ളയും കലർന്ന അർജന്റീന ജേഴ്സിയിൽ അദ്ദേഹം മറ്റൊരു മനുഷ്യനായി മാറി. ജൂണിൽ ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിസിമ മത്സരത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയെ അർജന്റീന തകർത്തുവിട്ടു.
മത്സരത്തിൽ 2 ഗോളിനുള്ള അസിസ്റ്റുകളുമായി മെസ്സി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. പാരീസിലെ വെല്ലുവിളികൾക്കിടയിലും അർജന്റീന ദേശീയ ടീമിലെ മെസ്സിയുടെ സ്ഥാനം വെറുമൊരു ക്യാപ്റ്റന്റേതായിരുന്നില്ല. അദ്ദേഹം ആ ടീമിന്റെ ആത്മാവായി മാറിയിരുന്നു. ലയണൽ സ്കലോണി എന്ന പരിശീലകന് കീഴിൽ രൂപപ്പെട്ട സ്കലോണേറ്റ എന്ന യുവനിര മെസ്സിയെ ഒരു ദൈവത്തെ പോലെയാണ് ആരാധിച്ചത്. റോഡ്രിഗോ ഡി പോൾ, ലിയാൻഡ്രോ പരേഡസ് തുടങ്ങിയ യുവതാരങ്ങൾ മൈതാനത്ത് മെസ്സിയുടെ കാവൽക്കാരായി മാറി. മെസ്സിക്ക് വേണ്ടി ഞങ്ങൾ യുദ്ധത്തിന് പോകാനും മരിക്കാനും തയ്യാറാണ് എന്ന ഡി പോളിന്റെ വാക്കുകൾ ആ ടീമിലെ ഐക്യത്തിന്റെ ആഴം വെളിപ്പെടുത്തി. തന്റെ കരിയറിലെ ഏതാണ്ട് എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കിയെങ്കിലും ലോകകപ്പ് കൈപ്പിടിയിലൊതുക്കാൻ മെസ്സിയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ സഹതാരങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആധുനിക ഫുട്ബോളിലെ ആ മെസ്സിഹയ്ക്ക് വേണ്ടി ജീവൻ നൽകാനും തയ്യാറായ 10 പടയാളികളായിരുന്നു സ്കലോണിക്ക് കീഴിൽ അണിനിരന്നത്. അവർക്ക് ലോകകപ്പെന്നത് കേവലം ഒരു സ്വർണ്ണക്കപ്പായിരുന്നില്ല, മറിച്ച് ഫുട്ബോൾ ലോകത്തിന് സകലതും നൽകിയ തങ്ങളുടെ നായകന് തിരികെ നൽകാനുള്ള ഒരു ദക്ഷിണയായിരുന്നു. മൈതാനത്ത് മെസ്സിയെ ഒരാൾ തൊട്ടാൽ പകരം ചോദിക്കാനും ഡി പോളും സംഘവും പാഞ്ഞെത്തി. മെസ്സിയുടെ ഓരോ നീക്കത്തിലും അവർ തങ്ങളുടെ വിയർപ്പും രക്തവും ഒഴുക്കി. കാരണം തന്റെ കരിയറിലെ അവസാന യുദ്ധത്തിനിറങ്ങുന്ന ആ ഇതിഹാസത്തിന് വിശ്വകിരീടമില്ലാത്ത ഒരു മടക്കം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആ കിരീടം മെസ്സിയുടെ കൈകളിലിരിക്കുന്നത് കാണുക എന്നത് 45 ദശലക്ഷം അർജന്റീനക്കാരുടെ മാത്രമല്ല, ആ ടീമിലെ ഓരോ താരത്തിന്റെയും വ്യക്തിപരമായ ലക്ഷ്യമായി മാറി. തന്റെ രാജ്യത്തിനു വേണ്ടി ഇത്രയേറെ പരിഹാസങ്ങളും വേദനകളും ഏറ്റുവാങ്ങിയ ആ മനുഷ്യനു വേണ്ടി ചരിത്രത്തിന്റെ ഏടുകളിൽ ആ സുവർണാധ്യായം എഴുതി ചേർക്കാൻ അവരുറപ്പിച്ചു. മൈതാനത്ത് ശാന്തനായിരുന്ന പഴയ മെസ്സിയല്ല അപ്പോൾ ആരാധകർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ സംസാരിക്കുന്ന, സഹതാരങ്ങളെ പ്രചോദിപ്പിക്കുന്ന, എതിരാളികളോട് കണ്ണിൽ കണ്ണിൽ നോക്കി പൊരുതുന്ന ഒരു പുതിയ മെസ്സിയെ ലോകം കണ്ടു തുടങ്ങി. മെസ്സിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു ടീമിൽ നിന്ന് മാറി മെസ്സിക്ക് വേണ്ടി എന്തിനും തയ്യാറായ ഒരു കൂട്ടായ്മയായി അർജന്റീന പരിണമിച്ചു. ഇതിനെല്ലാം പിന്നിൽ ലയണൽ സ്കലോണി എന്ന പരിശീലകന്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം ടീമിലെ ഓരോ താരത്തെയും മെസ്സിയുടെ വലം കൈകളാക്കി മാറ്റി. ലോകകപ്പ് ലക്ഷ്യമാക്കി സ്കലോണി കണ്ടെത്തിയ എൻസോയും അൽവാരസും മെസ്സിയുടെ നിഴലായി.